ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് നാഗർകോവിലാണ്. നാഗർകോവിൽ ജില്ലയിലെ അരൽവായ് മൊഴി ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സംഭവം തെറ്റാണ്. നമ്മളങ്ങോട്ട് പോകുന്ന വഴിയാണ്, ബാക്കി പോകുന്ന വഴി കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട് നാഗർകോവിലാണ് കേട്ടോ. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അരൽവായ് മൊഴി നമുക്കിന്ന് കാണാൻ പറ്റില്ല, കാരണം സമയം താമസിച്ചു പോയി. അതുകൊണ്ട് അരൽവായ് മൊഴിയിലേക്ക് ഇന്ന് പോകുന്നില്ല. പകരം ഇവിടെ അടുത്ത് തന്നെയുള്ള കുറച്ച് ഗ്രാമങ്ങളൊക്കെ കണ്ട് തിരിച്ച് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ ചെമ്പകർമാൻ പുത്തൂർ എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. നമുക്ക് കാറ്റാടിയൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ മുഴുവൻ കൃഷിയാണ് കേട്ടോ. അവിടെ ഒന്നും ഒരുപാട് ബിൽഡിങ്സ് ഒന്നും വയ്ക്കാതെ അതിൻ്റെ അതേ ഒരു ഭംഗിയിൽ തന്നെ അതിനെ നിലനിർത്തുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ചെമ്പകർമ്മൻ പുത്തൂർ എന്ന ഗ്രാമം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വിൻഡ് മില്ലൊക്കെ കാണാൻ സാധിക്കും ഇവിടെ. അതിൻ്റെ തന്നെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഒരു താമരപ്പാടമാണ് കേട്ടോ. ഇത് നമുക്കിവിടെ ഒരുപാട് കാണാൻ സാധിക്കും കേട്ടോ. ഒരുപാട് താമരപ്പാടമുണ്ട്. ഇതാണ് ആ ചെമ്പകർമ്മൻ പുത്തൂർ എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ച. സമാധാനമാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ. നമുക്ക് ബഹളങ്ങളോ തിരക്കോ അങ്ങനത്തെ ഒന്നുമില്ലാതെ സമാധാനത്തിൽ തന്നെ നമുക്ക് ഈ വ്യൂ എല്ലാം കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാടത്തോട്ടൊക്കെ ഇറങ്ങി നിങ്ങൾക്ക് വീഡിയോസോ ഫോട്ടോസോ എന്ത് വേണമെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. അതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, ആരും ഒന്നും പറയുകയില്ല. തിരുവനന്തപുരത്ത് നിന്നും വെറും 80 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. അപ്പോൾ ഒരു ദിവസം മാറ്റി വെച്ച് നിങ്ങൾക്ക് ഇവിടെ വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചെമ്പകർമ്മൻ പുത്തൂറിൽ നിന്ന് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലോക്കൽസൊക്കെ നമുക്ക് പറഞ്ഞു തന്നൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് കാറ്റാടിയൊക്കെ കുറച്ചും കൂടെ അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അതുമാത്രമല്ല, പൊയ്കെ അണക്കെട്ടിൽ നിന്നും ചാനൽ വഴി കൊണ്ടുപോകുന്ന വെള്ളവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ കുളിക്കാനൊക്കെ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. നമ്മളിപ്പോൾ കുളിക്കുന്നില്ല, എന്തായാലും പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്താറായി. അപ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൊയ്കെ അണക്കെട്ടിൽ നിന്നും കൃഷി ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്ന ആ വെള്ളവും അതിൻ്റെ അടുത്ത് തന്നെ കാറ്റാടിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതിനടുത്ത് തന്നെയുള്ള ഇവിടുത്തെ നാട്ടുകാരൊക്കെ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാണുന്ന പോലെ അല്ല, അത്യാവശ്യം നല്ല ഒഴുക്കും അത്യാവശ്യം ആഴവും ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഡാമിൽ നിന്ന് തന്നെ തുറന്നു വിടുന്ന വെള്ളമായതുകൊണ്ട് അത്യാവശ്യം ഒഴുക്ക് കൂടുതലുണ്ട് ഇവിടെ.